വെൽക്കം ടു ടുഡേസ് എപ്പിസോഡ് ഓഫ് Dr.Aster. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് വില്ലൻ ചുമയെക്കുറിച്ചാണ്. ഒരിനം ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം. ജനനാനന്തരം ഏതു വയസ്സിലും കുട്ടികളെ ബാധിക്കുന്ന ഒരു രോഗമാണിത്. പക്ഷേ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഈ രോഗം വളരെ അപകടകാരിയാണ്. സാധാരണ ജലദോഷം പോലെ തുടങ്ങുന്ന ഈ രോഗം 2 ആഴ്ചക്കകം അസഹ്യമായ ചുമയും ചുമയ്ക്ക് ശേഷമുള്ള വലിവും ഛർദിയും ഉണ്ടാക്കുന്നു. തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചില്ലെങ്കിൽ ചുമ 3 മാസം നീണ്ടു നിൽക്കും. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളിലും കുത്തിവെപ്പ് ലഭിച്ച കുട്ടികളിലും ഉണ്ടായെന്ന് വരില്ല. ചുമയുടെ കാഠിന്യം കൊണ്ടും തുടർച്ചയായ ഛർദി കൊണ്ടുമാണ് കുട്ടി ക്ഷീണിക്കുന്നത്. ഒരു ചുമ നിന്നാലുടനെ ദ്രവരൂപത്തിലുള്ള ഭക്ഷണം നൽകിയാൽ ശരീരത്തിന് അനുഭവപ്പെടുന്ന പോഷകമൂല്യങ്ങളുടെ കുറവ് നികത്താനാകും. പ്രതിരോധ കുത്തിവെപ്പ് ലഭിക്കാത്ത കുട്ടികളെയാണ് സാധാരണ ഈ രോഗം പിടിപെടുന്നത്. എറിത്രോമൈസിൻ ഇനത്തിൽപ്പെട്ട ആന്റിബയോട്ടിക്കുകൾ ആരംഭത്തിൽ തന്നെ കൊടുത്താൽ രോഗത്തിന്റെ കാഠിന്യം കുറയ്ക്കാനാകും. കുട്ടികളിൽ രാത്രി സമയങ്ങളിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചുമയും കഫക്കെട്ടും ആസ്മരോഗം കൊണ്ടാവാം. വലിവ് ഇല്ലാതെയുള്ള വെറും ചുമയും കുട്ടികളിൽ ആസ്മാരോഗത്തിന്റെ ലക്ഷണമാകാം. See you tomorrow at the same time. Thank you.